ഹായ് ഫ്രണ്ട്സ്, PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പാർട്ട് 4 ക്ലാസ്സാണ്. PSCയുടെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകളിൽ കോസ്റ്റിംഗ് നമ്മുടെ സിലബസിലുണ്ടെങ്കിൽ അതിൽ തന്നെ വളരെ പ്രധാനമായിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് നോക്കാം. കോസ്റ്റ് കൺട്രോൾ ഈസ് ദ പ്രോസസ് ഓഫ് കൺട്രോളിങ് കോസ്റ്റ് ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. എങ്ങനെയാണിത് കൺട്രോൾ ചെയ്യുന്നത്? ബൈ കൺട്രോളിങ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് ലേബർ ആൻഡ് അതർ എക്സ്പെൻസസ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് ലേബർ, അതുപോലെ തന്നെ മറ്റുള്ള എക്സ്പെൻസസ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു ടോട്ടൽ കോസ്റ്റ് കൺട്രോൾ വരുത്തുക എന്നുള്ളതാണ് എന്തിൻ്റെ ലക്ഷ്യം, കോസ്റ്റ് കൺട്രോളിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്സിൽ പറയുന്നത് ഫസ്റ്റ് സെറ്റിംഗ് അപ്പ് സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം എന്ത് ചെയ്യുക, ആക്ച്വലായിട്ട് അത് കമ്പയർ ചെയ്യുക വിത്ത് സ്റ്റാൻഡേർഡ് എന്താണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് ആക്ച്വൽ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ദെൻ ഫൈൻഡ് ഔട്ട് വേരിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ വേരിയേഷൻ സംഭവിച്ചത്, അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്കിംഗ് കറക്റ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ ബോർഡിൽ നോക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആയിട്ട് ഫിക്സ് ചെയ്തത് 10,000 ആണ് എന്ന് വിചാരിക്കുക. ഇനി ആക്ച്വൽ കോസ്റ്റ് ഇൻകർ ആയത് 12,000 ആണ്. അപ്പോൾ ആ ഒരു 2,000 ഡിഫറൻസ് വരുന്നതിനാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്, ആ വേരിയേഷൻ എന്തുകൊണ്ട് വന്നു എന്നുള്ള റീസൺ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ വേരിയേഷൻ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ചെക്ക് ചെയ്യുകയും നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കറക്റ്റീവ് ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബൾക്കായിട്ടല്ല പർച്ചേസ് ചെയ്തത്, ഡിഫറെൻറ്റ് ടൈമിലാണ് ഓർഡർ കൊടുത്തത്, അതുകൊണ്ടാണ് ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് കൂടിയത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കറക്റ്റീവ് ആക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബൾക്കായിട്ട് ഓർഡർ കൊടുത്തിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളൊരു സൊല്യൂഷൻ എടുക്കാം. ഇങ്ങനെയാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ്, അതുപോലെ തന്നെ ലേബർ കോസ്റ്റ്, അതർ എക്സ്പെൻസസിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് കൺട്രോളിൽ വരുന്നത്. ഇതിന് 4 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ എന്താണ് എന്ന് നോക്കാം. നെക്സ്റ്റ് കോസ്റ്റ് റിഡക്ഷൻ ആണ്. കോസ്റ്റ് റിഡക്ഷൻ ഈസ് കൺസേൺഡ് വിത്ത് റെഡ്യൂസിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ. എങ്ങനെ അത് അച്ചീവ് ചെയ്യുന്നത്, കോസ്റ്റ് റിഡക്ഷൻ എങ്ങനെ അച്ചീവ് ചെയ്യുന്നത്? അച്ചീവ്ഡ് ത്രൂ റിയൽ ആൻഡ് പെർമനൻറ്റ് റിഡക്ഷൻ ഇൻ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ യൂണിറ്റ് കോസ്റ്റിൽ റിയൽ ആൻഡ് പെർമനൻറ്റ് റിഡക്ഷൻ വരുത്തുന്നതാണ് കോസ്റ്റ് റിഡക്ഷനിലൂടെ ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. പെർമനൻ്റ് എലിമിനേഷൻ ഓഫ് വേസ്റ്റേജസ് പെർമനൻ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുകയാണ് കോസ്റ്റ് റിഡക്ഷനിലൂടെ. കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ടാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. അതേസമയം കോസ്റ്റ് റിഡക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർമനൻ്റ് എലിമിനേഷൻ ഓഫ് വേസ്റ്റേജ് ആൻഡ് റിയൽ ആൻഡ് പെർമനൻ്റ് റിഡക്ഷൻ ഇൻ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. പെർമനൻ്റ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള കോസ്റ്റ് റിഡക്ഷൻ ആണ്. അതുപോലെ തന്നെ പെർമനൻ്റ് എലിമിനേഷൻ ഓഫ് വേസ്റ്റേജസിന് വേണ്ടിയിട്ടാണ് ഇത് എയിം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എഫക്റ്റഡ് ത്രൂ എങ്ങനെയാണ്, ബൈ റെഡ്യൂസിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. കോസ്റ്റ് പെർ യൂണിറ്റ് റെഡ്യൂസ് ചെയ്യുകയും അതെങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത്, ബൈ ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു പെർമനൻ്റ് ആൻഡ് റിയൽ ആയിട്ടുള്ള റിഡക്ഷൻ ഇൻ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് കോസ്റ്റ് റിഡക്ഷനിലൂടെ സംഭവിക്കുന്നത്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ആയിട്ട് വരുന്ന ഒരു കോസ്റ്റ് കൺട്രോൾ ആണ്. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആണ്. തമ്മിലുള്ള ഡിഫറൻസ് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിഫറൻസ് ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. മീനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോസ്റ്റ് കൺട്രോൾ ഈസ് ദ പ്രോസസ് ഓഫ് കൺട്രോളിങ് ദ കോസ്റ്റ് ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതാണ് കോസ്റ്റ് കൺട്രോൾ എന്നുള്ള പ്രോസസ്സ്. ഇനി കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിയൽ ആൻഡ് പെർമനൻറ്റ് റിഡക്ഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് റിഡക്ഷൻ. ഇനി വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്
എന്താണ് ടെമ്പററി ആയിട്ടുള്ളൊരു കൺട്രോളാണ് എന്തിലൂടെ വരുന്നത്, കോസ്റ്റ് കൺട്രോളിലൂടെ വരുന്നത്. അതിൻ്റെ സ്റ്റെപ്സൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സെറ്റിംഗ് അപ്പ് സ്റ്റാൻഡേർഡ്സ്, കമ്പയറിങ് ദം വിത്ത് ആക്ച്വൽസ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഇനി എന്താണ് കോസ്റ്റ് റിഡക്ഷൻ നമുക്ക് നോക്കാം. കോസ്റ്റ് റിഡക്ഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ളൊരു റിഡക്ഷനാണ്. കോസ്റ്റ് യൂണിറ്റിൽ വരുന്ന പെർമനൻ്റ് ആൻഡ് റിയൽ ആയിട്ടുള്ള റിഡക്ഷനാണ് കോസ്റ്റ് റിഡക്ഷൻ എയിം ചെയ്യുന്നത്. വിത്തൗട്ട് അഫക്റ്റിംഗ് ക്വാളിറ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി, ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാതെ പെർമനൻ്റ് ആയിട്ട് യൂണിറ്റ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുകയാണ് കോസ്റ്റ് റിഡക്ഷനിലൂടെ ചെയ്യുന്നത്. ഇനി തേർഡ് പോയിൻറ്റ് മെത്തേഡാണ്. കോസ്റ്റ് കൺട്രോളിൻ്റെ മെത്തേഡ് നമ്മൾ സ്റ്റെപ്സായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ആദ്യം തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, അതിനുശേഷം ആക്ച്വൽ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യും, ദെൻ വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് കോസ്റ്റ് കൺട്രോളിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് റിഡക്ഷൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കോസ്റ്റ് എക്സാമിനേഷൻ, കോസ്റ്റ് അനാലിസിസ് ആൻഡ് ചെക്കിങ്. ഇനി സ്റ്റാൻഡേർഡ്സ് റിവൈസ് ചെയ്യേണ്ടി വന്നാൽ സ്റ്റാൻഡേർഡ്സും റിവൈസ് ചെയ്യും. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം അപ്രോച്ച്. കോസ്റ്റ് കൺട്രോളിന് ഒരു ഡൈനാമിക് ആയിട്ടുള്ള അപ്രോച്ച് ഇല്ല. കൂടുതലും കോസ്റ്റ് കൺട്രോൾ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, അത് ആക്ച്വലായിട്ട് കമ്പയർ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് കോസ്റ്റ് കൺട്രോൾ ഫോക്കസ് ചെയ്യപ്പെടുന്നത്. ഇനി കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് റിഡക്ഷനിൽ ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു അപ്രോച്ച് ഉണ്ട്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് പ്ലാൻസ് സെറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് വേണ്ടി വന്നാൽ അത് റിവൈസ് ചെയ്യുകയും ഇമ്പ്രൂവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് കോസ്റ്റ് റിഡക്ഷൻ്റേത്. ഇനി എന്തെല്ലാം ടൂൾസാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. കോസ്റ്റ് കൺട്രോളിൽ യൂസ് ചെയ്യുന്നത് ബജറ്ററി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒക്കെയാണ് കോസ്റ്റ് കൺട്രോളിൻ്റെ മെയിൻ ടൂൾസ് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് റിഡക്ഷൻ്റെ ടൂൾസ് വരുന്നത് വർക്ക് സ്റ്റഡി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഇതൊക്കെയാണ് കോസ്റ്റ് റിഡക്ഷൻ്റെ ടൂൾസ്. ലാസ്റ്റ് പോയിന്റ് ഇഫക്റ്റ്. കോസ്റ്റ് കൺട്രോൾ ഈസ് ദ എഫേർട്ട് ടുവേർഡ്സ് അച്ചീവിങ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ അച്ചീവ് ചെയ്യാനുള്ള ഒരു എഫേർട്ടാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയാം. കോസ്റ്റ് റിഡക്ഷൻ ആണ് ഫൈനൽ റിസൾട്ട്. ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. PSC എക്സാമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയയാണ് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ. കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ആൻഡ് കോസ്റ്റ് എസ്റ്റിമേഷൻ. രണ്ടും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് കോൺസെപ്റ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവ രണ്ടും നമുക്ക് കൺഫ്യൂഷനും ഉണ്ടാക്കാൻ സാധ്യതയുള്ളവയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പോയിൻറ്റ്സ് മനസ്സിലാക്കുക. ഓക്കെ. നമുക്ക് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്താണെന്ന് നോക്കാം. കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ അല്ലെങ്കിൽ പ്രോസസ്സോ ഓപ്പറേഷൻ ഇതിൻ്റെയൊക്കെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാനായി കോസ്റ്റ് കളക്ട് ചെയ്യുകയും ആ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുകയും എക്സ്പെൻസസ് അനാലിസിസ് നടത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് മീൻസ് it is the collection, classification and analysis of expenses to determine the cost of product or service. Okay. And it measures cost of production at different stages. എല്ലാ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിലും ഇത് കോസ്റ്റ് മെഷർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിനെയും അതിന് വന്നിട്ടുള്ള എക്സ്പെൻസസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇനി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ബൈ അനലൈസിങ് മെറ്റീരിയൽ കോസ്റ്റ് എത്ര വന്നു, ലേബർ കോസ്റ്റ് എത്രയാണ്, അതുപോലെ തന്നെ ഓവർ ഹെഡ് കോസ്റ്റ് എത്രയാണ് എന്നൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി ഇറ്റ് ഹെൽപ്സ് ഇൻ ഫൈൻഡിങ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെയോ ആക്ച്വൽ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്നുള്ള പ്രോസസ്സാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഇനി എന്താണ് കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് നോക്കാം. കോസ്റ്റ് എസ്റ്റിമേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പ്രീഡിറ്റർമിൻ ദ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ബിഫോർ പ്രൊഡക്ഷൻ ബിഗിൻസ്. പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുൻപ് ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ സർവീസിൻ്റെയോ കോസ്റ്റ് നേരത്തെ തന്നെ പ്രീഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ.
ഹിസ്റ്റോറിക്കൽ ഡാറ്റയും അതുപോലെ തന്നെ പാസ്റ്റ് കോസ്റ്റ് റെക്കോർഡ്സും ബേസ് ചെയ്തിട്ടാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ നടത്തുന്നത്. അതുകൂടാതെ മെറ്റീരിയൽ പ്രൈസസിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, വേജസ് റേറ്റ്സ്, അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷനിലൊക്കെ വന്നിട്ടുള്ള ചേഞ്ചസ് കൃത്യമായിട്ട് പഠിക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുകയും ചെയ്യുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് മാനേജ്മെൻറ്റ് ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ കോസ്റ്റ് ആക്യുറേറ്റ്ലി. ഫ്യൂച്ചർ കോസ്റ്റ് വളരെ ആക്യുറേറ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിനെ ഈ പ്രോസസ്സിലൂടെ സഹായിക്കുന്നു. ഇനി വാട്ട് ആർ ദ യൂസസ്? എന്തൊക്കെയാണ് യൂസസ്? പ്രൈസ് ഫിക്സേഷൻ, ടെൻഡർ കൊട്ടേഷൻ, ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇത്തരം കാര്യങ്ങൾക്ക് കോസ്റ്റ് എസ്റ്റിമേഷൻ സഹായിക്കുന്നു. നമ്മൾ ഇന്ന് പഠിച്ചത് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്, കോസ്റ്റ് എസ്റ്റിമേഷൻ, കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. ഓക്കെ, ഈ 4 ടോപ്പിക്കും ആണ് നമ്മൾ ഇന്ന് എടുത്തത്. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ബൈ യുവർ കോമേഴ്സ് മെൻറ്റർ നീന.